സത്യത്തിൽ സഖാവ് ശിവൻകുട്ടി സാർ പറഞ്ഞത് എത്ര ശരിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. മറ്റൊന്നുമല്ല, അദ്ദേഹം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി എന്തൊക്കെയൊക്കെ ചെയ്തിട്ടുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് സ്കൂളുകളിൽ പോയി നോക്കിയാൽ മനസ്സിലാവും ഇന്നത്തെ സ്കൂളിൻ്റെ സാഹചര്യം എത്രത്തോളം പുരോഗമിച്ചു എന്നുള്ളത്. അങ്ങനെ ഒരു വ്യക്തിയെ ജനങ്ങൾ തോൽപ്പിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സത്യത്തിൽ ജനാധിപത്യം തോൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ കണ്ടില്ലേ, ഒരു കുട്ടിക്ക് ഒരു മുട്ടായി എടുത്തു കൊടുക്കാൻ പോലും അദ്ദേഹത്തിന് ഇവിടെ കഴിയുന്നില്ല. പണ്ടത്തെ നമ്മുടെ തൊട്ടുകൂടായ്മയും തീണ്ടി കൂടായ്മയൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണെന്ന് പറയാം. ഇങ്ങനെയാണോ നമ്മൾ കുട്ടികളുടെ മുന്നിൽ നമ്മുടെ സംസ്കാരം അവതരിപ്പിക്കേണ്ടത്? നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമ്മുടെ ശിവൻകുട്ടി സാർ ആ വീഡിയോക്കെതിരെ എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളത്. ആ ഡെസ്കിൽ വാരി വിതറുകയാണ് മുട്ടായി. ഏതാണ്ട് ഒരു ജന്മി അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് മാനേജർ ചെയ്യുന്ന പോലെ അടിമകൾക്ക് ആഹാരം കൊടുക്കുന്ന ഒരു മട്ടിൽ വാരി വിതറുന്ന ഒരു രീതിയാണ് ഇതിനെ കണ്ടത്. അത് കേരളത്തിലുള്ള എല്ലാവർക്കും അത് കക്ഷിരാഷ്ട്രീയത്തിലതീതമായി അവർ തള്ളിപ്പറയുകയാണ്. നമ്മുടെ ആ കൊച്ചു മക്കളെ സന്തോഷത്തിന് വേണ്ടി അവരുടെ കയ്യിൽ മുട്ടായി വെച്ചു കൊടുക്കാം. എന്ത് ന്യായം പറഞ്ഞാലും ആ മുട്ടായി പൊളിച്ച് ഒരു കുട്ടിയുടെ വായിക്കാത്ത കൊടുക്കുക സന്തോഷത്തോടുകൂടി. അപ്പോൾ ആ മോന് ഇത്ര സന്തോഷമായിരിക്കും. ആ മുട്ടായി കയ്യിൽ കിട്ടുന്നു, വായിക്കാത്ത തരുന്നു, ഇല്ലേ അവൻ്റെ പോക്കറ്റിനകത്ത് വെച്ചു കൊടുക്കാം മുട്ടായി. എന്തെല്ലാം മാർഗമുണ്ട്. അതിനെ പകരം ചെയ്തിരിക്കുന്നത് ഡെസ്കിൽ വാരി എറിയുകയാണ് ചെയ്തത്. ഇപ്പോൾ പായസമാണെന്നിരിക്കട്ടെ, മധുരം പായസം, അപ്പോൾ ഡെസ്കിൽ ഒഴിച്ചു കൊടുക്കുമല്ലോ കുട്ടികൾ കുടിക്കാൻ വേണ്ടി. പഴയ തറവാട് ജന്മി BJPയുടെ എനിക്കൊരു കാര്യം ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്, ഇങ്ങനെയുള്ള ആളുകളെയൊന്നും ദയവ് ചെയ്ത് നിങ്ങൾ തിരഞ്ഞെടുത്ത് നമ്മുടെ നിയമസഭയിലേക്ക് വിടരുത് എന്നുള്ള ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട്. കാരണം നമ്മുടെ കുട്ടികൾ പരസ്പരം സഹോദര തുല്യമായി സ്നേഹിച്ച് നല്ല രീതിയിൽ വളരട്ടെ നമ്മുടെ സൊസൈറ്റിയിൽ. ആ ഒരു രീതിയിൽ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുക. ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ വഴിതെറ്റിപ്പോവുക എന്നല്ലാതെ അവരുടെ ഉള്ളിൽ ഒരിക്കലും ഒരു സാഹോദര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരം ആളുകളൊക്കെ നിങ്ങൾ ജയിപ്പിക്കുന്നതിന് മുമ്പേ 10 തവണ ഒന്ന് ജസ്റ്റ് ആലോചിക്കുക, വോട്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ട പാർട്ടി ആയിരിക്കാം. നിങ്ങളുടെ പ്രിയപ്പെട്ട പാർട്ടി ആണെങ്കിൽ പോലും ഓരോ വ്യക്തിയെയും അളന്ന് ആ വ്യക്തി എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ജസ്റ്റ് ഒരു പേപ്പറിൽ അടച്ചത് കണ്ടതല്ലാതെ നമ്മുടെ സൊസൈറ്റിയിൽ നോക്കി